ഹേ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം, നമ്മൾ ഈ ഒരു വണ്ടി എങ്ങനെ വാങ്ങിച്ചെടുത്തു എന്നതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കും ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഞാൻ വണ്ടി എങ്ങനെ എടുത്തു എന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അത് ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറയാം. അതായത് എന്നെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ, ഈ ഒരു വണ്ടി ഞാൻ സ്വന്തമായിട്ട് എടുത്തതിന് ശേഷമാണ് ബൈക്ക് തന്നെ ഓടിക്കാൻ പഠിച്ചത്. അതിൻ്റെ മുമ്പ് വണ്ടി ഓടിക്കാനറിയാം. ഇവിടുന്ന് അവിടേക്ക് ഇടാം, അവിടെ നിന്ന് ഇവിടേക്ക് ഇടാം, അത്രമാത്രമേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തുള്ളൂ. അല്ലാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഈ ഒരു വണ്ടി എടുത്ത് അന്ന് രാത്രി വണ്ടി ഓടിക്കാനും വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി, അങ്ങനെയൊക്കെയാണ് ഞാൻ വണ്ടി തന്നെ പഠിച്ചത്. ഈ ഒരു വണ്ടി മേലാണ് ഞാൻ വണ്ടി കറക്റ്റ് എങ്ങനെ ഓടിക്കാമെന്ന് പഠിച്ചെടുത്തത്. എനിക്ക് അങ്ങനെ അവിടുന്നും ഇവിടുന്നും വണ്ടി കിട്ടിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരാളോടും എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എനിക്ക് വണ്ടി പഠിക്കാനാണ്, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാനാണ്, ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഞാൻ ഒരാളെ വണ്ടിയും ചോദിക്കില്ല. എനിക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ച് പഠിക്കും എന്ന് തന്നെയാണ് ഞാൻ അന്നേ എടുത്ത ഡിസിഷൻ. ഇനി ഈ ഒരു വണ്ടി എടുക്കാനുള്ള ക്യാഷ് ഞാൻ എവിടെ നിന്ന് ഒപ്പിച്ചു എന്നതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഞാൻ വീട്ടുകാരുടെ കയ്യിൽ നിന്നൊന്നും ഒരു രൂപ പോലും വാങ്ങാതെയാണ് ഈ ഒരു വണ്ടി എടുത്തത്. ഞാൻ പണിക്ക് പോകാൻ തുടങ്ങിയിട്ട് 4ാമത്തെ മാസം, അതായത് വണ്ടി എടുക്കാനും വേണ്ടിയിട്ടാണ് പണിക്ക് തന്നെ പോയത്. 4ാമത്തെ മാസം തന്നെ വണ്ടിക്കുള്ള ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വണ്ടി ബുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടി കിട്ടി. എൻ്റെ സ്വന്തം വണ്ടി. വേറെ ഒരാളും അതായത് ഇപ്പോൾ വീട്ടുകാരെങ്കിലും ക്യാഷ് തന്നിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിച്ചത് എന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഒരു കാലത്തും പറയാൻ പറ്റില്ല ഈ ഒരു വണ്ടി എൻ്റേതാണ്. കാരണം അവരുടെ ക്യാഷ് ഇതിലുള്ളത് കൊണ്ട് എൻ്റെ സ്വന്തം വണ്ടിയല്ല. ഞാൻ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ മാത്രം വണ്ടിയല്ല. ഈ ഒരു വണ്ടിക്കുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഞാൻ മാത്രം കൈവരിക്കുന്നിടത്തോളം കാലം ഈ ഒരു വണ്ടി എൻ്റേത് മാത്രമാണ്. വേറൊരാളും അതിലില്ല. ഇനി എങ്ങനെ ഈ ഒരു വണ്ടി വാങ്ങിച്ചെടുക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. പണിക്ക് പോയിട്ട് 10,000-12,000 രൂപ സാലറി കിട്ടുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ വരെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാവുന്നതാണ്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ 4 മാസം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു രൂപ പോലും ചിലവാക്കാതെ മൊത്തം ഈ ഒരു വണ്ടിക്കും വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. എത്ര കഷ്ടപ്പെട്ട ജോലിയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ 4 മാസം എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് അടക്കാനുള്ള ക്യാഷ് അവിടെ സേവ് ആവും. വണ്ടി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അടവായിട്ട് ബാക്കി അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് സ്വന്തമായിട്ടുണ്ടാവും. അല്ലാതെ വെറുതെ എനിക്ക് അടവിനൊന്നും വണ്ടി എടുക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർക്കും വണ്ടി എടുക്കാൻ പറ്റില്ല. നമ്മൾ ഡെയിലി പണിക്ക് പോയ ക്യാഷ് മൊത്തം ബൈക്കിന് വേണ്ടിയിട്ട് 4 മാസം, വെറും 4 മാസം എടുത്തു വെച്ചാൽ മതി. പിന്നെ ബാക്കി വണ്ടീൻ്റെ അടവൊക്കെ കറക്റ്റ് മാസം 8,000 രൂപ ഒക്കെ വെച്ചിട്ട് നമുക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോവും. പിന്നെ സർവീസൊക്കെ ഒന്നും തടസ്സമില്ല. 12,000 രൂപ ഉള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എന്തായാലും എടുക്കാം. ഉദാഹരണമായിട്ട് ഞാനിവിടെ 12,000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു ഈ ഒരു വണ്ടി എടുത്തു. അങ്ങനെ വണ്ടി എടുത്തതിന് ശേഷം
എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കൾ മുതൽ ശനി വരെ എന്നും പണിക്ക് പോയിട്ട് ഞായറാഴ്ച എന്തായാലും എങ്ങോട്ടെങ്കിലും പോകും. അതങ്ങനെ ഒരു ശീലമായിട്ട് തന്നെ മാറി. കാരണം ഈ വണ്ടിയായിട്ട് എങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ നമുക്കിങ്ങനെ ആവേശം തരും. ആ ആവേശത്തിലാണ് ഈ എല്ലാ ഞായറാഴ്ചയും വണ്ടിയെടുത്ത് കറങ്ങാൻ തോന്നുന്നത്. എങ്ങോട്ടും കാര്യമായിട്ട് പോകാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വരെ ഈ ഒരു വണ്ടിയായിട്ട് പോകുമ്പം ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. സ്വന്തമായിട്ട് ഉള്ളൊരു വണ്ടിയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത് എന്നുള്ള ഒരു ബഹുമാനം എനിക്കെപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്കും പറ്റാവുന്നതേ ഉള്ളൂ. വണ്ടി സ്വന്തമായിട്ട് എടുക്കുക. ആരും ഓടിക്കാൻ തരാനില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എടുക്കുക. നമുക്ക് ആരും വേണ്ട, ആരില്ലെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാൻ നമ്മൾ തന്നെ മതി എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് പുതിയൊരു വണ്ടി എടുക്കുക. അതും ഇഷ്ടപ്പെട്ട വണ്ടി തന്നെ എടുക്കാൻ നോക്കാം. അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.